ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയുള്ള ചെറിയ ബേസിക്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ അടിപൊളി അതിൻ്റെ എക്സ്ട്രാ അഡ്വാൻസ് സെറ്റപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണേ. അതിനായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു. അതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. അതിനകത്ത് കണ്ടൻറ്റ്, അനലിറ്റിക്സ്, സബ് ടൈറ്റിൽസ്, കോപ്പി റൈറ്റ്സ് ആൻഡ് കസ്റ്റമൈസേഷൻ, ഓഡിയോ ലൈബ്രറി അങ്ങനെയെല്ലാം ഉണ്ട്. അതിൻ്റെ താഴെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അഡ്വാൻസ് സെറ്റിങ്സ് വരുന്നത്. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ജനറൽ, ചാനൽ, അപ്ലോഡിങ്, ഡിഫോൾട്ട്, പെർമിഷൻ, കമ്മ്യൂണിറ്റി അഗ്രിമെൻറ്റ്. അതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് ജനറലിൽ നമ്മുടെ കറൻസി ഏതാണോ, INR ആണെങ്കിൽ INR. ഇപ്പോൾ ഞാൻ UAE ആയതുകൊണ്ട് ഇവിടുത്തെ ക്യാഷ് എന്ന് പറയുന്നത് ദറംസ് ആണ്. സോ ഞാനത് ക്ലിക്ക് ചെയ്തു. അടുത്തത് ചാനൽസിൻ്റെ സെക്ഷനിൽ ബേസിക് ഇൻഫോയിൽ നമ്മൾ ഏത് റെസിഡൻസിയാണ് അത് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിൻ്റെ താഴെ നമ്മുടെ ചാനലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടാഗുകളും കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാം അഡ്വാൻസ് ഫീച്ചർ. അതിനകത്ത് നമ്മുടെ ചാനൽ പിള്ളേർക്ക് പറ്റിയതാണോ അതോ വലിയവർക്കുള്ളതാണോ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെയും കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ അഡ്വാൻസ് സെറ്റിങ്സിൽ വരാം. അടുത്തത് നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ എലിജിബിലിറ്റി. ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് 2 എനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാൻഡേർഡ് ഫീച്ചർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുമ്പോഴാവും. ഇൻ്റർമീഡിയറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ നമ്പർ വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാം, 15 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അഡ്വാൻസ് ഫീച്ചർ എന്ന് പറയുന്നതാണ് അടിപൊളി ഫീച്ചറാണ്. അതിനകത്ത് നമ്മുടെ കണ്ടൻറ്റ് വേറെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. നമുക്ക് ലൈവ് സ്ട്രീം, നമുക്ക് ഒരു ലിമിറ്റില്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തോരം ഷോർട്സോ അങ്ങനെ എന്തും ചെയ്യാം. നമുക്ക് നമ്മുടെ ലൈവ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആവും. അതിന് ഒന്നല്ലെങ്കിൽ നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഐഡിയോ, അതല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ വെച്ച് വെരിഫൈ ചെയ്യുമോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 മാസം നമ്മുടെ ചാനലിന് ഒരു കോപ്പിറൈറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഹിസ്റ്ററി വെച്ച് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഹിസ്റ്ററി കൊടുത്തു. ഇനിയിപ്പോൾ അത് 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ ഒരു കുഴപ്പമില്ലാന്നുണ്ട് അവരത് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആക്കി തരും. അടുത്തത് അപ്ലോഡിങ് ഡിഫോൾട്ട്. ഇപ്പം നേരത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഡ് ചെയ്യാതെ തന്നെ കണ്ടു. അത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്ലോഡിങ് ഡിഫോൾട്ട്. ഇപ്പം നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടാലും ഇതൊക്കെ ഈ പറയുന്ന സംഭവങ്ങൾ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ടാഗ്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വർക്ക് ലോഡ് കുറയും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ അപ്ലോഡിങ് ഡിഫോൾട്ടിലെ അഡ്വാൻസ് സെറ്റിങ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈസൻസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഡിഫോൾട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇത് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യേണ്ടൊക്കെ സമയം വേസ്റ്റിങ് വരണില്ല. നമുക്കത് ടൈം സേവിങ് ആണ്. അടുത്തതെന്ന് പറയുന്നത് പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയോ ആരെങ്കിലും അവരുടെ മെയിൽ ID വെച്ച് നമുക്ക് അവരെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അതിനകത്ത്. അടുത്തത് കമ്മ്യൂണിറ്റി. അതും ഇതിനെ റിലേറ്റ് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ ഓണർ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാനേജർ ആക്കണം, അതൊക്കെ റോൾ വൈസിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അടുത്തത് എഗ്രിമെൻറ്റ്. അതിപ്പോൾ നമുക്ക് എന്തായാലും കിട്ടില്ല. നമ്മുടെ അഡ്വാൻസ് ഫീച്ചർ എനേബിൾ ആയാൽ മാത്രം നമുക്ക് ആ ഓപ്ഷൻ കിട്ടത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ വിട്ട് കളയുന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ അധികം റീച്ച് ആവാത്തതും നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ പണിയെടുത്തിട്ട് വ്യൂസും സബ്സ്ക്രൈബറും ഒന്നും കയറണില്ല എന്ന് എല്ലാവരും പരാതി പറയണേ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പക്കയായിട്ട് ഡെവലപ്പ് ആവും.